അപ്പോൾ സാധാരണ അത്ര കുറവാണ് അതിപ്പോ പേരിട്ട് കുറച്ച് ഒരൊറ്റ കയ്യിൽ തീമ്പന്നെ പരത്തി ഇതിന്റെ കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കൂട്ട റെഡി. ഞാനും എന്താ കഴിക്കാണ്. ഉപ്പ കഴിച്ചു എണീറ്റു അല്ലേ? കൂട്ടാൻ ലേശം പോലും ഫസ്റ്റത്തെ ലേശം അപ്പോൾ അതാ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ 10 മണിക്ക് സ്പെഷ്യൽ ഇതാ നമ്മുടെ ചക്കക്കൂട്ടാനാണ്. ഇപ്പം എല്ലായിടത്തും ചക്ക ആയിട്ടൊന്നുമില്ല, നമ്മളത് ആദ്യമായിട്ട് 2 എണ്ണമാണ് ഇമ്മൽ കായ്ച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ നമ്മളിതാ ചക്കക്കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ മൂരിങ്ങനെ ആണ്ടും കൊട്ട് ഒരു കൊത്തുകൂടി കൊത്തിയായിട്ട് മൂറുന്നു. ഒരു കൊത്തുകൂടി കൊത്ത് അതുമ്പോൾ തന്നെ കൊത്തണം. കാല് പണയത്തിലാക്കണ്ട. ഇനി ഇങ്ങനെ ആണ്ടും കൊട്ട് നെക്ക് ആണ്ടും കൊട്ട് ഇങ്ങനെ മുറിച്ച് ഇട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തനി നാടൻ ചക്കക്കൂട്ടാൻ വെക്കുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ചക്ക ഇങ്ങനെ മുറിച്ച് മാറ്റുന്നത്. എന്നാൽ 2 ആക്കി, അതും പച്ചച്ചക്ക കേട്ടോ. പഴുത്തതാണെങ്കിൽ പിന്നെ ഒരു കൊത്തെത്തിയാൽ അതിൻ്റെ കാര്യം അത് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. പക്ഷേ പച്ചയാകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആല്ലേ. പിന്നെ ഫസ്റ്റായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് തന്നെ ആയിരിക്കും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതാ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റേത് കത്തി വാങ്ങിച്ച് ഞാൻ തന്നെ മാക്സിമം എന്നോട് കഴിയുന്ന രീതിയിൽ ആക്കൊക്കെ ഇട്ടിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മുറിക്കണം എന്നൊരു ചെറിയൊരു വാശി, കാരണം അങ്ങനെ തന്നെയല്ലേ പഠിക്കുക. അപ്പോൾ എന്തായാലും ഇതാ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചക്ക ഓരോ ഭാഗങ്ങളാക്കി കുഞ്ഞാക്കി അരിയാൻ ഇവിടെ ആർക്കും അറിയില്ല. ഉമ്മാക്കും ഇവിടെ ഉള്ളവരൊക്കെ അരിഞ്ഞു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് എപ്പോഴും മറ്റുള്ളവർ അരിയലല്ലേ, ഇന്ന് നമുക്ക് തന്നെ അരിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മിതാ ഇരുന്ന് അരിയാണ് കേട്ടോ. അപ്പം അങ്ങനെ തന്നെയാണ് പഠിക്കൽ. നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും മാറി നിൽക്കരുത്. നമുക്കറിയില്ലെങ്കിലും അത് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മാക്കും സത്യം പറഞ്ഞാൽ ചക്ക ചെറുതാക്കി കൊത്തിയരിയലൊന്നും വല്ലാതൊന്നും അറിയില്ല. കാരണം ഇവിടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചെയ്തു കൊടുക്കലാണ്. ഒരാൾ നമുക്ക് എപ്പോഴും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതന്നെ ആയിരിക്കും സിമ്പിളായിട്ട് തോന്നല്ലേ. അപ്പം നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്കും പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ 2 ആളും മെനക്കെട്ടിരിക്കുകയാണ് ചക്കക്കൂട്ടാൻ്റെ ഇഷ്ടം കൊണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ട ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും. ഇപ്പം എല്ലായിടത്തും ചക്ക ആയിട്ടുണ്ട്, ചിലയിടത്ത് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ചക്ക മൊത്തത്തിൽ ഇപ്പോൾ കുറവാണെന്നാ. അപ്പോൾ ഇത് ഉമ്മ ചെറിയ രീതിയിലൊക്കെ അരിഞ്ഞെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഞാനിത് പീസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഫസ്റ്റ് ാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഫുള്ള് ഞങ്ങൾ 2 ആളും അറിഞ്ഞിട്ടല്ല ചെയ്യണം. പക്ഷേ ചക്കക്കൂട്ടാൻ ഉമ്മ നല്ല രീതിയിൽ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉമ്മ കൂട്ടാനൊക്കെ വെച്ചാൽ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉമ്മ നല്ല അടിപൊളിയായിട്ട് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണിയൊക്കെ ഏകദേശം ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിരുന്നു. ഇപ്പം ഒക്കെ പോയി, അസൂട്ടി പോയി. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് 10 മണിക്ക് എന്താ നമ്മൾ കഴിക്കുക, ഒരു വെറൈറ്റി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ചക്ക ഓർമ്മ വന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഉമ്മ ഒരു ചക്ക എടുത്തിട്ടെന്നു. അപ്പോൾ നമ്മളിതാ 2 ആളും മെനക്കിട്ടിരുന്ന അരിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര അറിയില്ലെങ്കിലും നമ്മൾ മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂലേ. കാരണം ചക്കക്കൂട്ടം ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കാര്യമായിട്ട് ഇതിൻ്റെ കുറിച്ചൊന്നും അറിയില്ല, എന്താ അരിഞ്ഞെടുക്കൽ. അപ്പോൾ ഉമ്മ ഇതാ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉമ്മക്ക് അരിയാനൊക്കെ അറിയും, പക്ഷേ സ്പീഡ് കുറവാണ്. പിന്നെ എങ്ങനെയാണ് ആ ഷേപ്പിൽ അരിയുക അങ്ങനെയൊക്കെ. അപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ചീരാപ്പറങ്കി എടുക്കാൻ വന്നതാണ്. ശരിക്കും നാടൻ വിഭവത്തേക്കൊക്കെ നമ്മൾ ചീരാപ്പറങ്കി ഇടുന്ന കേട്ടോ ബെറ്റർ. ചില ആളുകൾക്കൊന്നും കിട്ടില്ല, പക്ഷെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇവിടെ കുറേ തൈകളുണ്ട്, ഇപ്പം ഇങ്ങനെ നനച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ഉപ്പിലിട്ട് വെക്കലാണ്. അങ്ങനെ കഴിക്കുകയും ചെയ്യുക. പിന്നെ അച്ചാറിലേക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്, കുറച്ച് ഇവിടെ നേരത്തെ തന്നെ ഉപ്പ പറിച്ച് വെച്ചതുണ്ട്. നമ്മൾ കുറേ പൈത്തിട്ടുണ്ട് കേട്ടോ, ചീരാപ്പറങ്കി പൈത്തിട്ടുണ്ട്. ഇതാ നമ്മൾ കരിവേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മുന്നത്തെ തോട്ടത്തിലാണ് നമ്മളെ കരിവേപ്പൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചീരാപ്പറങ്കിയും കരിവേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി കുക്കറിലേക്ക് ആക്കുന്നുണ്ട് ഉമ്മ. എല്ലാം കൂടി പറഞ്ഞ ചക്കയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. കത്തോലിക്കുരി ആക്കിയിട്ടാണ് നമ്മൾ വലിയ കുക്കറുള്ളത്. ഇങ്ങനെ തിന്നിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ കുക്കറിൽ കുറേ ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കാത്തല്ലേ. അപ്പൊ തിന്ന് മരിക്കാൻ അമ്മ പറഞ്ഞത്. എന്തായാലും ഉമ്മ എന്താ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം തോനെ ഒഴിക്കരുത്. ഇത് ഒതയണ ചക്കാണ്ട് പൊടിമുറുക്കല്ലോണ്ട് ഒഴിക്കണേ. അല്ലെങ്കിൽ നല്ല പൊടിയുള്ള നല്ല ചക്കയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം അതുപോലെ ഉപ്പ് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അത് ഉമ്മ കുക്കറിലാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും കുക്കറിലാണ്. എത്ര വിസിൽ വേണം? രണ്ട് മൂന്ന് വിസിൽ വരുത്തിട്ട് നമ്മൾ ഓഫ് ചെയ്ത് പിന്നെ തുറക്കരുത്. അപ്പോൾ പിന്നെ ഇന്ന് കിടന്നിട്ട് കുറച്ച് ചൂട് അമ്പി കിടക്കണം, ചാമ്പി വരിക. അതൊക്കെ പഴയ ഇതാണ്, മനസ്സിലായി. അമ്പി കിടക്കണം പെട്ടെന്ന് കൊണ്ട് വിസിൽ കളയരുത്. അതിന് ഒരു ചൂടിൽ കളിയാക്കി 10 പറയും, 10 ചെയ്യാൻ പറ്റില്ല. 10 അറിയത് 10 ലിറ്റർ അറിയും, 10 കൊള്ളൂല. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ അടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പോകും. ഇപ്പം കൊടുന്നാ കൊടുക്കും ആർക്കും. 3 വിസിൽ ഇത് ഓഫ് ചെയ്താലേ ഇപ്പം ഉമ്മാന്റെ അടുത്തേക്ക് വന്നാൽ ആർക്കും. ഇവിടെ ഇത് വേവുന്ന ടൈമിൽ ഞാൻ പച്ചമുളകും ഇഞ്ചും ഇതൊക്കെ ചതച്ചാ പെട്ടെന്ന് ഇവിടെ ചൂടോടൊക്കെ വേണമെങ്കിൽ പരത്തിട്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ വന്നാൽ എല്ലാവർക്കും കിട്ടും. വേഗം വരിക. ഉമ്മാന്റെ സ്പെഷ്യൽ റുക്കിയ ഹോട്ടലിലത്തെ ഫുഡാണ്, നാടൻ വിഭവം. ഞാൻ എന്താ നമ്മളെ അടുക്കളയിലെ വിഭവം എന്ന് പറഞ്ഞാല് നാടൻ വിഭവം. യെസ്, നാടൻ. ഫാസ്റ്റ് ഫുഡ് വേണമെങ്കിൽ വാങ്ങുക, ഫാസ്റ്റ് ഫുഡ് ആണ് വാങ്ങുക. ഉണ്ടാക്കുന്ന സമ്പ്രദായം ഒഴിവായി ഇപ്പൊ. അതാകുമ്പോൾ ഇതാ കത്തിയൊക്കെ കളിയടി. നമ്മളെ കുത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത്തരം പ്ലാനൊന്നും നീ കയ്യിക്കുണ്ടാവില്ല. എങ്ങനെ ഇതിന്റെ പച്ചടി എന്തൊക്കെ കിട്ടുമ്പോ ചീരാമുളക്, ഇത് വെളുത്തുള്ളിയും പിന്നെ ചീരുള്ളി വേണം. അതിൻ്റെ അടിയിൽ ഈരുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചീരാമുളകാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതാണ് മറ്റും ഇതും കുറച്ച് എരിവിന് ചീരാമുളക് ഇട്ട്, പിന്നെ വെളുത്തുള്ളി ഇട്ട്, ഇനി ലാസ്റ്റൂടി തേങ്ങ എല്ലാം വേണം. ഇതാ ഉമ്മ തേങ്ങ അരച്ചതൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിതാ ഉമ്മ ഡൈലൂട്ട് ആക്കുകയാണ്. ഇങ്ങനെ ഇതിൽ 1.5 തേങ്ങയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് വലിയത് കേട്ടോ. കാരണം തേങ്ങ ഇടുന്നതോടും നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചാലാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ കുറേ കാത്തിരേസ് ഫസ്റ്റ് ടൈം ഇക്കൊല്ലത്തൊക്കെ ചക്കയല്ല അപ്പോൾ ആ ഒരു നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ. രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ഇപ്പൊ വന്നാൽ ആർക്കും കിട്ടും. ഇപ്പൊ വന്നാൽ നിങ്ങൾക്ക് ആർക്കും തരും അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്, ഒരു 5 ടാക്ക് തിന്നാണ്ട്. 5 ടാക്കുള്ള ഉണ്ട്. നമ്മളെ ആരായിട്ടില്ല അധ്വാനം ഈ ഒരു ഭക്ഷണം.
അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് ഇനി ഇത് വറവിടണ്ടമ്മ വറവിടും ഉള്ളിട്ടാട്ട് ഒരാഴ്ച കഴിയുമ്മ ഒന്ന് ടേസ്റ്റ് നോക്കി കുത്തി കൊടുക്കങ്ങള് അല്ല ഒന്ന് ജോയിൻ്റ് ആക്കുകയാണ് ഉടഞ്ഞ ചക്കയത് ഇതൊന്ന് നോക്കി നോക്ക് ഇത് ഉപ്പുണ്ട് നോക്കിയാ ആരാ വെച്ച റുക്കിയ തെലാപ്പിൽ അത് വെച്ച് ഉമ്മാന്റെ സ്പെഷ്യൽ ചക്കതാണ്ട് റെഡി ആയിട്ടുണ്ട് ഈ ചൂടോടെ നമ്മളെല്ലാവരും കഴിക്കാൻ പോവാ പരത്തിയിലിട്ട് ചൂടാറി എന്നിട്ട് ഫാനും ഇടുക പെട്ടെന്ന് വേണമെങ്കിൽ തണുക്കിടാൻ മാർഗം പറഞ്ഞുതരാം ചക്ക കൂട്ടാനാകുമ്പോൾ ഫേടുക അതിൻ്റെ നമ്മൾ തിന്നണേന് ചോട്ടുണ്ടല്ലോ വലിയ പരന്ന പ്ലേറ്റ് പരത്തിടുക ആദ്യം ഒരു കയ്യിൽ ഇങ്ങനെ പരത്തിടുക തിന്നുമ്പോത്ത് മറ്റേ ചൂടാറി വലിയ സ്പെഷ്യലാർക്ക് ഈ പള്ളിയിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ചക്ക തിന്നാൻ ഒരു നിൽക്കണവർക്കൊക്കെ മനസ്സിലായോ അതൊക്കെയാണ് സ്പീഡ് അതിപ്പോൾ പേരിട്ട് കുറച്ച് ഒരൊറ്റ കയ്യിൽ തീമ്പന്നതിന് പരത്തി ഇതിൻ്റെ കണ്ടോ ചക്ക കൂട്ടാൻ റെഡി ഞാൻ അവിടെ ഒരു തല തിന്നു അപ്പോൾ ഇത് തണിയിട്ട് തണിയരാം അതിലിടാണോ 2 വറ്റി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കൂട്ടൻ റെഡി ഞാനും ഉമ്മ എന്താ കഴിക്കാണ് ഉപ്പ കഴിച്ചു എണീറ്റു അല്ലേ അപ്പൊ എല്ലാവരും പുളിഞ്ചാണോ എടുത്തോളി നമ്മളെ പുളിഞ്ചി മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ പുളിഞ്ചിക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പൊടിയുള്ള ചക്ക ആയതുകൊണ്ട് പൊടിയില്ലേ ഉമ്മാക്ക് ഇതാ മധുരത്തിന് ഒരു പുതിയായിട്ട് ഇത് തൂമ്പിച്ചില്ല കേട്ടോ ചക്ക തൂമ്പിച്ചില്ല മറന്നു തൂമ്പിച്ചാനൊന്നും നേരമില്ല അതിലേറെ ടേസ്റ്റ് ഉണ്ട് എന്തിനാ തൂമ്പിക്കുന്ന ആവശ്യമില്ല അത് മതി കേട്ടോ പുളിഞ്ചി ഇതാ നമ്മളെ പുളിഞ്ചിയും അപ്പൊ നമ്മളെ പുളിഞ്ചി ഇവിടെ ആയിട്ടുണ്ട് പുളിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ നെക്സ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഈ പുളിഞ്ചി എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടമ്മ പുളിഞ്ചി നല്ല ടേസ്റ്റ് ചക്ക കൂട്ടാൻ അതിലേറെ ടേസ്റ്റ് ഒരു ജ്യൂസും വേണ്ട ഒരു അൽഫാമും വേണ്ട ഇത് വേണ്ട അങ്ങനത്തെ കൂട്ടാൻ അത് ആർക്കും റിസ്ക് എടുത്തിട്ട് ആരും ഉണ്ടാക്കുകയാണ് നമ്മൾ രണ്ടാളും അരിഞ്ഞ് പഠിച്ചു നമ്മളെ ചക്ക അതിന് അനുസരിച്ചാണ് ചക്ക എരിഞ്ഞ് നിന്നിപ്പോൾ നമ്മളെ ഭക്ഷണം ശരിക്കില്ല ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ കോഴിയുണ്ട് 2 പൊരിച്ച് വെറുംചോറ് അസുവിന് വെച്ചിന് രാവിലെ പിന്നെ പൈലെന്താ കടായിയോണം ആക്കുക കുറച്ച് നെയ്ച്ചോറും വെക്കാം സെറ്റ് അത് മതി എല്ലാ തൂക്കാട്ട അതൊക്കെ നല്ല നാരങ്ങൻ്റെ അച്ചാറുണ്ട് തൂക്കാട്ടത്തിലെന്താ അത് വീട്ടിൽ കൊണ്ടുപോകും ചക്ക ആരെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് അപ്പൊ ഞാൻ ചക്ക നോൽക്ക് ഉമ്മക്ക് റിസ്ക് വെച്ചാലും വെക്കാം അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിന് അപ്പോൾ പപ്പക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ അപ്പത്തെ കാര്യമ്പക്ക് ഞാൻ പോകുന്നുണ്ട് എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് വലിയ സുഖമുണ്ട് എന്ത് സുഖം എന്റെ അങ്ങോട്ട് വീടൊന്നുമില്ല നല്ല സുഖമുണ്ട് അല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനും പോകാനും ഒക്കെ സുഖമാണെന്ന് മാത്രം ദൂരം ഉണ്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മുറ്റത്തെ മുല്ലൊക്കെ അങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ചില്ലറ കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ലല്ലോ ഇത് ചിലപ്പോൾ രസിക്കാറ് ഇപ്പം ചക്കൻ്റെ ടൈമല്ലല്ലോ ചിലയിടത്തൊക്കെ ഉണ്ട് ചിലരൊക്കെ തിന്നാണ് പക്ഷെ ഇപ്പൊ മൊത്തത്തില് എല്ലായിടത്തും ചക്ക കുറവല്ലേമ്മ പിന്നെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇനി പൈക്കലൊക്കെ നോമ്പിനേക്ക് കയറും അല്ലേ അപ്പൊ പിന്നെ നമ്മൾ നോക്കാം പക്ഷെ നമ്മക്ക് ഇനി പ്രാവശ്യം എല്ലാം ഇല്ലല്ലോ എന്ത് പറ്റി എന്താ പിലാമ നല്ല ആദ്യം അവസാനം ഉണ്ടാവും ഇനി പൊട്ടുവോ ഇനി അവസാനത്തേക്കുണ്ട് ഒരു ചക്ക ഉണ്ടാവല് ആദ്യം ഏറ്റവും ആദ്യം ഉണ്ടാവലുണ്ട് ഇപ്രാവശ്യം കുറച്ച് വൈകിട്ടാ സ്പീഡ് വിട്ട് തിന്നിട്ട് ചൂടാറാതെ തിന്നിട്ടേ എല്ലായിടത്തുനിന്നും വരിക കണ്ണൊന്നും മൂക്കൊന്നും ചൂടാറാതെ പാത്രത്തിലാക്കി എറുമ്പടക്കറിയാൻ ആ തോതിലപ്പം എത്തിയിട്ട 10 അരമണിക്കൂർ കൊണ്ട് ചക്ക കൂട്ടാനുമായി എരിയലായി വക്കലുമായി ഇപ്പതാ പള്ളിയിൽ പോണേ കൂട്ടാൻ കേട്ടാലായി അപ്പ ചക്കക്കൂട്ടാനൊക്കെ കഴിച്ച് പള്ളിക്ക് ഇറങ്ങി ഞങ്ങൾ രണ്ടാളും ഇതാ അവിടെ ചക്കക്കൂട്ടാൻ കഴിക്കുക പാത്രം വരെ പിടിച്ചുണ്ടാവുമെന്നൊരു സംശയം അത്രക്കും ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല ടേസ്റ്റാ ഇതൊരു മൊത്തത്തിൽ രസമല്ല ചക്കയാണ് ഒന്നാറാതാണ് പിന്നെ എൻ്റെ കൈപ്പുണ്യം അങ്ങനെയാണ് മനസ്സിലായോ കൈപ്പുണ്യങ്ങളത് കൂടുതൽ സാധനം ഇട്ടിട്ടല്ല തേങ്ങയൊക്കെ തന്നെ വേണം പുളിഞ്ചി കണ്ടല്ലോ ഇനി വേണോ അപ്പോ അതിനാണ് ഇതിന് പൈസ തരേണ്ടി വരും ഉമ്മക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഉമ്മക്ക് പൈസ ഓ മതി മതി ഉണ്ടാക്കി തന്നേക്കാം
ഈ പുളിഞ്ചി ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യാം നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ കൂട്ടാനും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പക്കും അനിയന്മാർക്കൊക്കെ ഉള്ള കൂട്ടാനൊക്കെ ഉമ്മ ഇതാ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കൂട്ടാനിൽ ലേശം പോലും ഫസ്റ്റത്തെ അപ്പോൾ ഇതാ ഇത് കൊണ്ടിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. നല്ല ചൂടുണ്ടല്ലോ, കയ്യുള്ളി പോവോ? അതൊന്നുമില്ല, അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി തരട്ടമ്മ. അതും ഞാൻ ചോറ് മതി. അല്ല ആരും തന്നെ കടി വാങ്ങണ്ട. വേണം വേണ്ടേ? എന്താ വേണ്ട? എന്തേ വേണം നിങ്ങൾക്ക്? പൂതിയില്ല അല്ലോട്ടു വേണ്ട. നാളെ നമുക്ക് നല്ല ഇത് തിന്നാണ്ട്. ഞാനിത് ഇവിടെ ആരും ഇല്ലേ? പള്ളി പോവാൻ മാറ്റിയ അങ്ങക്ക് ഇതാ പപ്പേ കൂട്ടാൻ കൊടുത്തേക്കാണ്. ചക്കക്കൂട്ടാൻ, ചക്കക്കൂട്ടാൻ. പപ്പക്ക് മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഒന്ന് കോളിഫ്ലവർ ഫ്രൈ. അത് എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ്. ഫ്രൈ ചെയ്തെടുക്കാം.